നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിൽ ശാസ്ത്രങ്ങളുടെ പ്രവൃത്തിയും പ്രയോജനവും എന്താണെന്ന് നോക്കുമ്പോഴാണ് നമ്മൾക്ക് ആ ശാസ്ത്രങ്ങളെ കുറിച്ച് പൂർവാധികമായ ബഹുമാന ആദരങ്ങൾ അങ്കുരിക്കുന്നത്. നമ്മളുടെ വിജ്ഞാന മഹാരത്നങ്ങളെ അമർത്തി വെച്ചിരിക്കുന്ന നിധി കുംഭങ്ങളാണത്രേ ശാസ്ത്രങ്ങൾ. ശാരീരികമായോ ആത്മീയമായോ നമുക്ക് പ്രയോജനപ്പെടുന്ന പ്രാപഞ്ചിക വസ്തുക്കളെയും ശക്തികളെയും ആ ശാസ്ത്രങ്ങൾ നമ്മളുടെ മുന്നിൽ വെളിപ്പെടുത്തുന്നു. മുക്താവസ്ഥയിലും യുക്താവസ്ഥയിലും ആ വസ്തുശക്തികൾ പ്രവർത്തിക്കുന്നതിന്റെ ഫലം കാര്യകാരണ സഹിതം സമഞ്ജസമാക്കി അനുഭവപ്പെടുത്തി കാണിച്ചു തരികയും ചെയ്യുന്നു. അതുമൂലം നമ്മൾക്ക് നമ്മളുടെ ജീവിതയാത്രയിൽ നേരിടുന്ന ദുർഘടങ്ങളെയൊക്കെ തന്നെ പരിഹരിക്കുവാനും സാധിക്കുന്നു. അതുമാത്രമല്ല, പ്രപഞ്ചം അന്ധകാരമയവും ആപദാവർത്ത സങ്കുലവുമായ ഒരു മഹാസമുദ്രം പോലെ ഭയങ്കരമായി തോന്നാതെ പോകേണ്ട വഴിയെ പോകാനും ഇരിക്കേണ്ട നിലയ്ക്ക് ഇരിക്കാനും ഇഷ്ടം ലഭിക്കുമാറ് പ്രവർത്തിക്കുവാനും ഇടയാക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ, നമ്മളുടെ ലോകജീവിതത്തിന്റെ ജീവൻ വേദങ്ങൾ വിധിക്കുന്ന കർമ്മങ്ങൾക്കെല്ലാം തന്നെ ആശ്രയഭൂതങ്ങളായ ശാസ്ത്രങ്ങൾ തന്നെയാണ്. യാതൊരു സംശയവുമില്ല. ഈ ശാസ്ത്രങ്ങൾ യാതൊന്നും ലോകത്തിലില്ലായിരുന്നു എന്ന് വെക്കൂ, എന്തായിരിക്കും ഫലം? മനുഷ്യരിൽ ഇപ്പോൾ കാണപ്പെടുന്ന പരിഷ്കാരങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല. കാട്ടിൽ ചുറ്റി നടക്കുന്ന കരടി, പുലി, കുരങ്ങ് മുതലായവയെ പോലെ മനുഷ്യന്മാരും മൃഗപ്രായന്മാരായി തന്നെ കഴിയേണ്ടി വരുമായിരുന്നു. ഇത്രത്തോളം മഹത്തരമാണ് മനുഷ്യന്മാരുടെ ഇടയിൽ ശാസ്ത്രങ്ങൾക്കുള്ളതായിരിക്കുന്ന സ്ഥാനം. ശാസ്ത്രങ്ങളുടെ ഉത്ഭവം എങ്ങനെയായിരിക്കും? ആദിമകാലം മുതൽക്കേ തന്നെ മനുഷ്യർക്കുണ്ടായ ഓരോ ജിജ്ഞാസകളുടെ ഫലമായി പല നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും നടത്തി സമ്പാദിച്ച അറിവുകളെ തലമുറകളായി എഴുതി ചേർത്ത് വെച്ച ഗ്രന്ഥങ്ങളായിരിക്കുമോ ശാസ്ത്രങ്ങൾ? അങ്ങനെ തന്നെയാണ് എന്നാണ് നിങ്ങൾ ഉത്തരം പറയുന്നതെങ്കിൽ, യുക്തിയുക്തമായ ഈ അനുമാനത്തിന് മുൻപിൽ ഒരു മഹാപ്രതിബന്ധം നേരിടുന്നുണ്ട്. ചില ചില്ലറ ശാസ്ത്രങ്ങളെ കുറിച്ച് ഇത് സത്യമാകാമെങ്കിൽ തന്നെയും മഹാശാസ്ത്രമായ വൈദ്യശാസ്ത്രത്തെക്കുറിച്ചും ഏകദേശം അത് സാധ്യമാകാമെങ്കിലും ശാസ്ത്രകോടിയുടെ കോടീരത്തിൽ പരിലസിക്കുന്ന ജ്യോതിഷശാസ്ത്രം മനുഷ്യരുടെ നിരീക്ഷണ പരീക്ഷണങ്ങളുടെ ഫലമാണെന്ന് പറയുവാൻ ഒരു തരത്തിലും ധൈര്യം വരുന്നില്ല. ഗ്രഹങ്ങളുടെ സ്ഥിതികളെയും ഗതിവിഗതികളെയും മുക്തയുക്താവസ്ഥാഭേദങ്ങളെയും മറ്റും പ്രമാണമാക്കി അദൃഷ്ടമായിരിക്കുന്ന ഫലങ്ങൾ നിർണയിക്കുക എന്നുള്ളത് എത്രയോ കോടി തലമുറകളിലെ അനുഭവത്തെയും അന്വേഷണത്തെയും ആസ്പദമാക്കി ശ്രമിച്ചാലും അസാധ്യമായിരിക്കുമെന്നേ ഊഹിക്കാൻ നിവൃത്തിയുള്ളൂ. അതിനാൽ അവയുടെ കർത്തൃത്വം ത്രികാലവേദികളായിരിക്കുന്ന ദിവ്യ മഹർഷിമാരിൽ തന്നെ ആരോപിക്കേണ്ടിയിരിക്കുന്നു. ജ്യോതിഷ ശാസ്ത്രത്തിന് മറ്റുള്ള ശാസ്ത്രങ്ങളെ അപേക്ഷിച്ചുള്ള മേന്മ എന്താണെന്ന് വെച്ചാൽ, ഭൂതഭാവി വർത്തമാന കാലത്തിലുണ്ടാകുന്ന അനുഭവത്തെ പ്രവചിക്കുന്നതിന് വേണ്ട ഉപദേശങ്ങളെ അത് തരുന്നു എന്നതാണ്. മനുഷ്യർക്ക് ഭാവി ഫലങ്ങളെ കുറിച്ച് അറിയുന്നതിനും അതുവഴി അവരുടെ പ്രത്യാശകളെ ഉന്മുഖങ്ങളോ പരാങ്മുഖങ്ങളോ ആക്കി വേണ്ടത് പ്രവർത്തിക്കുന്നതിനും ഏകാശ്രയമായിരിക്കുന്നത് ജ്യോതിശാസ്ത്രം മാത്രമാണ്. പ്രായേണ എല്ലാവരും തങ്ങളുടെ ഭാവി ഫലങ്ങളെ സൂക്ഷ്മമായി അറിയുന്നതിന് ഉത്സാഹരാണ്. അതിലേക്ക് എന്ത് വേണമെങ്കിലും ചെലവഴിക്കാമെന്ന് ആഗ്രഹിക്കുന്നവരും ഉണ്ടാകും. ലോകത്തിൽ എവിടെ ചെന്ന് നോക്കിയാലും കാണാൻ കഴിയും. എത്രയോ പരിഷ്കൃതങ്ങളായ സമുദായത്തിൽ കടന്ന് പരിശോധിച്ചാലും ഭാവി ഫല ജിജ്ഞാസുക്കൾ അല്ലാത്തതായിരിക്കുന്ന വ്യക്തികളെ വളരെയധികം വിരളമായിട്ടേ കാണുവാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെയൊക്കെ തന്നെ ആണെങ്കിൽ തന്നെയും ഇനി നോക്കേണ്ടതായ കാര്യം, ഈ ജ്യോതിഷ ശാസ്ത്രത്തിന് ശുദ്ധിയും തികവും ഉണ്ടോ എന്നുള്ളൊരു സംഗതി മാത്രമാണ്. ഉണ്ടെങ്കിൽ അതിനെ നാം ദൈവനിർവിശേഷമായി ആദരിക്കുക തന്നെ വേണ്ടേ? ശാസ്ത്രത്തിന്റെ ശുദ്ധിക്കും തികവിനും നമുക്ക് പൗരാണികമായും ചരിത്രപരമായും തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. അതിനു പുറമെ ഈ കാലത്തിൽ തന്നെ പല പ്രവചന ഫലങ്ങളും അനുഭവത്തിലുണ്ട് താനും. എങ്കിലും ജനങ്ങളുടെ ഇടയിൽ ഈ ശാസ്ത്രത്തിന് വല്ല അവമതിപ്പിനും അല്പമെങ്കിലും സംഗതിയായിട്ടുണ്ടെങ്കിൽ അത് കാലാങ്കാനി വരാംഗമാനനമുര ഇത്യാദി ചില പദ്യശകലങ്ങളും പാഠമാക്കി
നീലക്കുറുക്കന്മാരെ പോലെ പാണ്ഡിത്യം നടിച്ചു നടക്കുന്ന ക്ഷുദ്ര ജ്യോതിഷികന്മാരുടെ സർവജ്ഞ പീഡാരോഹണ നാട്യകോലാഹല ഘോഷത്തിന്റെ അല്പസാരങ്ങളായ മാറ്റൊലികൾ അന്തരീക്ഷ വായുവിനെ ദുഷിപ്പിച്ചത് കൊണ്ടാണെന്നേ വരൂ. മാത്രമല്ല, ഉത്തര ഇന്ത്യയെ അപേക്ഷിച്ച് ദക്ഷിണ ദേശങ്ങളിൽ ജ്യോതിഷ ഗ്രന്ഥങ്ങളുടെ കുറവും ഇതിനൊരു കാരണം തന്നെയാണ്. വിശേഷിച്ച് പല ഭാഗങ്ങളെ പറ്റി പറയുന്ന നല്ല നല്ല ഗ്രന്ഥങ്ങളിൽ പലതും ഒളിഞ്ഞും മറഞ്ഞും വേഷം മാറിയും അവിടെ മങ്ങിക്കിടക്കുന്നതും ജ്യോതിഷന്മാരുടെ ഫലപ്രവചനത്തിനെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. എങ്കിൽ തന്നെയും അതിനെയെല്ലാം തന്നെ മറികടന്നുകൊണ്ട് ഒട്ടേറെ പ്രഗത്ഭ ജ്യോതിഷ പണ്ഡിതന്മാർ ഈ രംഗത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക തന്നെ ചെയ്യുന്നുണ്ട്. അവരുടെയെല്ലാം നിസ്വാർത്ഥമായിരിക്കുന്ന ഫലങ്ങൾ ജ്യോതിഷത്തിന്റെ മഹത്വത്തിന് മേന്മ കൂട്ടുക തന്നെ ചെയ്യുന്നുണ്ട്. ഈ കാലത്തും ലോകരുടെ ഇടയിൽ ജ്യോതിഷശാസ്ത്രം മങ്ങാതെ നിൽക്കാൻ സഹായിക്കുന്ന ആ വ്യക്തികൾ തന്നെയാണ് ജ്യോതിഷത്തിന്റെ മുഖ്യ ആധാരം. ഫലദീപിക ഗ്രന്ഥത്തിലെ ആമുഖത്തിൽ കാവുങ്ങൽ നീലകണ്ഠപിള്ള അദ്ദേഹം പറഞ്ഞ വരികളാണ് ഞാനിവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്.